ഇവർ വാളുകളുമായോ തീയുമായോ പോരാടുന്നില്ല. അവർ മനസ്സ്, ആത്മാവ്, ഇച്ഛാശക്തി എന്നീ അദൃശ്യമായ കാര്യങ്ങളുമായി പോരാടുന്നു. ചിന്തയുടെ നിഴലുകളിൽ നിന്നാണ് ഈ ഒരു വംശം വരുന്നത്. അതിൻ്റെ ഐക്യത്തിന് പിന്നിലെ ശക്തിയായ കൊണോഹയുടെ ശബ്ദം എന്ന് വിളിക്കാമെന്ന ഒരു വംശം. മറ്റുള്ളവർ രക്തത്തിലും ഉരുക്കിലും ഏറ്റുമുട്ടുന്നിടത്ത് ഇവർ ഒരു ചുവട് പോലും അനങ്ങാതെ അവരെ കീഴടക്കുന്നു. ആത്മാവിൻ്റെ യജമാനന്മാർ, ചിന്തയുടെ അധിനിവേശക്കാർ, ലീഫ് വില്ലേജിന്റെ മറഞ്ഞിരിക്കുന്ന ഹൃദയമിടിപ്പായ ആ ഒരു വംശം. ഒരൊറ്റ നോട്ടം കൊണ്ടും ആ നോട്ടത്തിലുണ്ടാവുന്ന ചിന്ത കൊണ്ടും നിങ്ങളുടെ ശരീരം ഇനി നിങ്ങളുടേതേ ആവില്ല. അദൃശ്യമായ മാനസിക യുദ്ധക്കളം ഈ വംശത്തിന്റെ ഭീകരത തന്നെയാണ്. നിലവിളിയില്ല, എന്നാൽ മന്ത്രോച്ചാരണമുണ്ട്. എന്നിട്ടും സൈന്യങ്ങൾ അവരുടെ കൽപ്പന അനുസരിക്കുന്നു. അഗ്നിയുടെ ഇച്ഛയെ സജീവമായി നിലനിർത്തുന്ന നിശബ്ദ ജ്വാലയായ ദ വൺ ആൻഡ് ഓൺലി യാമനാക്ക ക്ലാൻ. Told you long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul, just tell them ain't lay low. Ogifine, the Yamanaka clan. നാരുട്ടോ യൂണിവേഴ്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് മാസ്റ്റർ ഓഫ് ദി മൈൻഡ് ആൻഡ് സോൾ എന്നറിയപ്പെടുന്ന ഒരു വംശത്തിന്റെ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി, എന്തൊക്കെയാണ് അവരുടെ കെക്കെ ഗംഗകളും, എന്തൊക്കെയാണ് അവരുടെ നോട്ടബിൾ ആയിട്ടുള്ള ക്ലാൻ ജുറ്റ്സുകളും, നോട്ടബിൾ ക്ലാൻ മെമ്പേഴ്സും, ക്യാരക്ടറിസ്റ്റിക്സും, വീക്ക്നെസ് ഓഫ് യാമനാക്ക ക്ലാനും, ആൻഡ് ഫൈനലി ഷിനോബി വേൾഡിലെ ഈ വംശത്തിൻ്റെ ഇമ്പാക്റ്റ് ആൻഡ് ലെഗസിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ആദ്യം തന്നെ യാമനാക്ക ക്ലാനിൻ്റെ ഹിസ്റ്ററി ആൻഡ് ഒറിജിൻ. നാരുട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് യാമനാക്ക ക്ലാനിൻ്റെ ഒറിജിൻ പറയുന്നത് കൊണോഹ എന്ന് പറയുന്ന വില്ലേജിന് മുമ്പാണ്. അതായത് കൊണോഹാഗാക്കുറെ ഫൗണ്ട് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ക്ലാനായിരുന്നു യാമനാക്ക ക്ലാൻ, എലോങ് വിത്ത് ഹാഷിറാമ സെഞ്ചു. ഹിസ്റ്റോറിക്കലി യാമനാക്ക ക്ലാൻ അറിഞ്ഞിരുന്നത് ട്രഡീഷൻ്റെ ഒരു കീപ്പേഴ്സായിട്ടും മൈൻഡിൻ്റെ മെമ്മറിയുടെ ഉസ്താദുമാരായിട്ടുമാണ്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇവരുടെ ടാലൻറ്റ് മൈൻഡ് ജുറ്റ്സുവിലും ടെലിപ്പതിയിലും സെൻസറി പെർസെപ്ഷനിലും അതുല്യമായിട്ടുള്ളവ തന്നെയായിരുന്നു. ബാക്കിയുള്ള വംശങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ സെഞ്ചുവും ഉച്ചിഹയൊക്കെ വാരിയർ സെൻട്രിക് ആയിട്ടുള്ള ക്ലാൻസ് ആണെങ്കിൽ ഇവരെ പോലെ അല്ലായിരുന്നു യാമനാക്ക. അവരൊരു ഡിഫറെൻറ്റ് റോള് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സ്പെഷ്യലി ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഗ്യാതറിങ് കൂട്ടുവാനും ഇൻ്ററഗേഷൻ എങ്ങനെ ആൾക്കാരിൽ നിന്നും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ എടുക്കണമെന്നും ബാറ്റിൽ ഫീൽഡിലെ കമ്മ്യൂണിക്കേഷനും പിന്നെ മെഡിക്കൽ സപ്പോർട്ടും ഒക്കെയാണ് ഇവർ മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള ക്ലാനുകളിൽ നിന്ന് അപേക്ഷിതമായി ദ യമാനാക്ക ക്ലാനിന് ഒരു പ്രത്യേകമായിട്ടുള്ള കണക്ഷൻ നേച്ചറുമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫ്ലവേഴ്സുമായിട്ട് ഇവർ ഒരു കൾച്ചറൽ ബോണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാരുട്ടോ സീരീസിൽ ഈനോയുടെ ആ ഒരു ഫാമിലി ഷോപ്പ് ഫ്ലവർ ഷോപ്പാണല്ലോ കാണിക്കുന്നത്. ഈ സത്യം പറഞ്ഞാൽ കോയിൻസിഡൻസ് ഒന്നുമല്ല. യമനൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും പരമ്പരാഗതമായിട്ട് ഫ്ലവർ ഷോപ്പാണ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. ആ ഒരു ഫ്ലവേഴ്സ് സിംബലൈസ് ചെയ്യുന്നത് ലൈഫിനെയും റിമംബറൻസിനെയും കുറേ ബോൺസിനെയൊക്കെയാണ്. ഇനി യാമനാക്ക ക്ലാനിൻ്റെ കെക്കെ ഗെൻകൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിഡൻ ജിറ്റ്സുവോ സീക്രട്ട് ടെക്നിക്സോ ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ യാമനാക്ക ക്ലാനിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കെക്കെ ഗെൻകൈ ഇല്ല. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറ്റിക് ബ്ലഡ് ലൈൻ ലിമിറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, എക്സാക്ട് കെക്കെ ഗെൻകൈ. അതായത് ഉച്ചിഹയുടെ ശരിംഗം പോലെ ഒരു സാധനം യാമനാക്കയ്ക്കില്ല. അല്ലാതെ ഇവർക്കുള്ള ഇൻസ്റ്റഡ് ദേ ഹാവ് എ ഹിഡൻ ജിറ്റ്സു. അതാണ് ക്ലാനുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ പാസ് ഡൗൺ ചെയ്ത് ജനറേഷൻ വഴി പാസ് ഡൗൺ ചെയ്താൽ ഇത് സത്യം പറഞ്ഞാൽ വേറൊരു ക്ലാനിലുള്ളവർക്കും ചെയ്യാൻ പറ്റും. ബട്ട് ഹിഡൻ ടെക്നിക്ക് ആയതുകൊണ്ട് ക്ലാനിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിൽ വരുന്ന ക്ലാനുള്ള ടെക്നിക്സ് ആയിട്ടുള്ള ടെക്നിക്സുകളാണ് ഈ മൈൻഡ് കൺട്രോളിങ്ങും ട്രാൻസ്ഫറിങ്ങും സെൻസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവരുടെ സിഗ്നേച്ചർ ടെക്നിക്സ് പേരെടുത്ത് പറയുകയാണെങ്കിൽ, ഒന്ന് മൈൻഡ് ബോഡി സ്വിച്ച് ടെക്നിക്. നമ്മുടെ ചുനിയൻ എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ സാഗുറ ഈനോയും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ഈനോ ചെയ്തത് ഈ ഒരു ടെക്നിക്കാണ്. അതായത് ആരാണോ ഉപയോഗിക്കുന്നത് അയാളുടെ കോൺഷ്യസ്നെസ് അവരുടെ എതിരാളിയുടെ ബോഡിയിലേക്ക് കയറ്റി അവരെ കൺട്രോൾ ചെയ്യും. ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരാളെ സഫർ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ദേഹത്ത് തന്നെ കുത്താം, പക്ഷെ അവരും വേദന അനുഭവിക്കും. ആ ഒരു സെറ്റപ്പ്. രണ്ടാമത്തെ ടെക്നിക്കാണ് മൈൻഡ് ബോഡി ഡിസ്റ്റർബൻസ് ടെക്നിക്. നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ് ബോഡി സ്വിച്ച് ടെക്കിൻ്റെ ഒരു എൻഹാൻസ്ഡ് ആൻഡ് അഡ്വാൻസ്ഡ് വേർഷനാണ് ഇത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ബോഡി, അവരുടെ വില്ലെന്ന് പറയുന്ന സാധനമേ ഇല്ലാതെ തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ടെക്നിക്ക് ടെലിപ്പതി ആൻഡ് മെൻ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഇതിനൊരു ഉത്തമ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4th ഗ്രേറ്റ് നിഞ്ച വാറിൻ്റെ സമയത്ത് നമ്മുടെ ഈനോയുടെ യാമനാക്ക പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഷീക്കമാർ ബാക്കിയുള്ള എല്ലാ പോരാളികൾക്കും പ്രചോദനം കൊടുക്കുന്നത്. അതായത് ബാക്കിയുള്ളവരുടെ എല്ലാ മൈൻഡുമായിട്ടുള്ള ഒരു മെൻ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഈനോ നടത്തുന്നുണ്ട്. അടുത്ത ടെക്നിക്ക് മൈൻഡ് ക്ലോൺ ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്, യൂസർ അവൻ്റെ തന്നെ മെൻ്റൽ കോപ്പീസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ്സിൻ്റെ മൈൻഡിലേക്ക് കയറുന്നു.
ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോഗേഷനൊക്കെയാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ആൻഡ് ഫൈനലി ചക്ര സെൻസറി എബിലിറ്റീസും യാമനാക്ക ക്ലാനിനുണ്ട്. അതായത് ഒരു വലിയ ഡിസ്റ്റൻസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരുടെയൊക്കെ ചക്ര അവിടേക്ക് ഉണ്ടെന്നുള്ള ഒരു കാര്യം യാമനാക്ക ക്ലാനിലുള്ളവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അവരെ ബാരിയർ അല്ലെങ്കിൽ ബാറ്റിൽ ഫീൽഡ് ടീംസിൽ നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഘടനകളാണ്. ഇനി നോട്ടബിൾ ആയിട്ടുള്ള യാമനാക്ക ക്ലാനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 1 ഇനോയിച്ചി യാമനാക്ക. ഇനോയിച്ചി യാമനാക്ക നമ്മുടെ ഈനോയുടെ അച്ഛനാണ്. ഇദ്ദേഹമാണ് യാമനാക്കൻ്റെ ക്ലാനിൻ്റെ ഹെഡായിട്ട് നറൂട്ടോ എറയിൽ കാണിക്കുന്നത്. ഇദ്ദേഹം തന്നെയാണ് കൊണോഹാസ് ഇൻ്റലിജൻറ്റ് ഡിവിഷൻ്റെ ചീഫും. ഇദ്ദേഹത്തിൻ്റെ മരണം പെയിൻ ആർക്കിൽ പെയിനിൻ്റെ ഇൻവേഷനോടുകൂടി അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു. രണ്ടാമത്തെ ആള് ഈനോ യാമനാക്ക. യെസ്, നമ്മുടെ സാക്കുറയുടെ റൈവൽ, ഡോട്ടർ ഓഫ് ഇനോയിച്ചി എന്ന് തന്നെ പറയാം. അസുമ സൊറുട്ടോബിയുടെ ടീം 10 ഒരു അംഗമായിരുന്നു ഈനോ. മെഡിക്കൽ ജുത്സുവിലും മൈൻഡ് ജുത്സുവിലും സ്കിൽഡ് ആയിരുന്നു ഈനോ. 4th ഷിനോബി വാറിൽ കറക്റ്റായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ യാമനാക്ക ക്ലൈൻ്റെ നിന്ന് കാണിക്കുന്നത് ഈനോ തന്നെയാണ്. ആൻഡ് ഫൈനലി ഈനോ നമ്മുടെ സായിനെ കെട്ടുകയാണ്. അടുത്തത് ഇനോയിജിൻ യാമനാക്കയാണ്. അത് നമ്മുടെ ബൊറൂട്ടോ ഇറക്കിയായിട്ട് വരും. അതായത് നമ്മുടെ ഈനോയുടെ സായിയുടെ മകനാണ് ഇനോയിജിൻ. ഇത്രയുമൊക്കെ പേരെയോ യാമനാക്ക ക്ലാനിൽ പ്രത്യേകമായി പ്രതിപാദിക്കുന്നു. ഇനി നമുക്ക് യാമനാക്ക ക്ലാനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. 1 ഫിസിക്കൽ ട്രേറ്റ്സും, 2 പേഴ്സണാലിറ്റി ട്രേറ്റ്സും, 3 ക്ലാൻ സിമ്പലും. ഫിസിക്കൽ ട്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ മിക്കവാറും ബ്ലോണ്ട് ആയിട്ടുള്ള ഒരു മുടിയായിരിക്കും ഇവർക്കുള്ളത്. അത് ഈനോയ്ക്കും ഇനോയിച്ചിക്കും ഇനോജിനും സെയിം ആയിരുന്നു. പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവർ 3 പേരും സ്പിരിച്വലും ഇമോഷണലും ഇടയ്ക്ക് എംപത്തറ്റിക്കുമായിരുന്നു. ഇനി യാമനാക്ക ക്ലാനിൻ്റെ സിമ്പൽ നോക്കുകയാണെങ്കിൽ ഒരു പൂവാണ്. പ്യൂരിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ലൈഫിനെയും ബോണ്ടിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പൂവ്. ഇനി നോട്ടബിളായിട്ട് എനിക്ക് തോന്നിയ വീക്ക്നെസ് യാമനാക്ക ക്ലാനിൻ്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതായത് ഇവരുടെ വൾണറബിലിറ്റിയാണ് ജുത്സുവിലെ. അതായത് മൈൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ ദേഹം ഹാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരും. അത് സത്യം പറഞ്ഞ ഒരു വൾണറബിൾ അവസ്ഥയാണ്. ഇതെനിക്ക് ഒന്നാമത്തെ ഒരു വീക്ക്നെസ് ആയിട്ട് തോന്നി. രണ്ടാമത്തെ ലിമിറ്റഡ് കോമ്പാക്ട് റോളാണ്. അതെ, ഇവർ ഫ്രണ്ട് ലൈൻ ആയിട്ടുള്ള ഒരു ഫൈറ്റേഴ്സ് അല്ല. ബട്ട് എന്നിരുന്നാലും കിഷിമോട്ടോ അവർക്കൊരു ഫൈറ്റിംഗ് റോൾ കൊടുത്തിട്ടുമുണ്ട്. അത് ഇവർക്ക് സത്യം പറഞ്ഞ ഒരു വീക്ക്നെസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവരെപ്പോഴും ഒരു സൈഡ് കിക്കായിട്ട് മാത്രമേ ആ ക്ലാനിലുള്ള ആൾക്കാർക്ക് വരാൻ പറ്റൂ എന്നുള്ളതിന് ഉദാഹരണമായി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇതല്ലാതെ മെയിനായിട്ടുള്ള വീക്ക്നെസ് ഒന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് യാമനാക്ക ക്ലാനിന് ഷിനോബി വേൾഡിലുള്ള ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ 1 വാർ ടൈമിൽ ഇവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ്. അതായത് ബാറ്റിൽ ഫീൽഡ് കമ്മ്യൂണിക്കേഷന് ഇവരുടെ മൈൻഡ് ട്രാൻസ്ഫർ ജിറ്റ്സു വെച്ചാണ് സാധ്യമായത്. 2 അലോയിബ്ഡ് ഷിനോബി ഫോഴ്സിൻ്റെ സമയത്തും യാമനാക്കവർ ടെലിപ്പതി ആയിട്ട് ബാക്കിയുള്ള എല്ലാ ഡിവിഷനിലുള്ള ആൾക്കാരുമായിട്ട് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്തു. സോ ബാറ്റിൽ ഫീൽഡ് സമയത്ത് ഇത്രയോ ആൾക്കാർക്ക് ഒരാൾ തന്നെ എങ്ങനെയും ലീഡർഷിപ്പ് വഹിച്ചുകൊണ്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഇവരുടെ പ്രാധാന്യം അങ്ങ് ഉച്ചസ്ഥാനിയിലാണ്. ഇത്രയുമൊക്കെയാണ് യാമനാക്ക ക്ലാനിനെ പറ്റി നമുക്ക് പറയുവാൻ പറ്റുന്നത്. ഒരു ചുരുക്കവാക്കിൽ പറയുകയാണെങ്കിൽ യാമനാക്ക ക്ലാൻ ഈസ് ദ മൈൻഡ് ഓഫ് കൊണോഹ എന്ന് തന്നെ പറയാം. നമ്മുടെ നാര ക്ലാൻ ബ്രെയിൻ ആണെങ്കിൽ യാമനാക്ക മൈൻഡാണ്. അവരുടെ ശക്തിയാണ് അക്കിമീച്ചി ക്ലാൻ. അതാണ് ഈനോ ഷീക്കോ ചോ അല്ലെങ്കിൽ നാര യാമനാക്ക അക്കിമീച്ചി ക്ലാനിൻ്റെ സഖ്യം തന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ആ ഒരു ഏകീകൃത ലെഗസി. ഇനി ഇതുപോലത്തെ നറൂട്ടോ യൂണിവേഴ്സിലെ പ്രത്യേകതരം ക്ലാനിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റ ഓയിസി ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago